ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ദേവയാനി കൊടുക്കുന്ന കഷായം കുടിച്ച് കഴിയുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഇനി ഇതുപോലുള്ളതൊന്നും കൊണ്ടുവരല്ലേ, എനിക്ക് കുടിക്കാൻ വയ്യ, ഭയങ്കര കയ്പാന്ന് പറയും. ഞാൻ ഒത്തിരി കുടിച്ചതാണ്, ഇനി മോള് കുടിക്കുക എന്ന് പറയും. അത് സാരമില്ല അമ്മ, ഇനി ഇങ്ങനെയൊന്നും കൊണ്ടുവന്നേക്കില്ല. ഇതിപ്പം തന്നെ 4 മണിക്ക് പലഹാരവും ചായയൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഈ കഷായം കൂടെ കഴിച്ച് ഇനി വൈകിട്ടത്തേക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ എന്നറിയത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് ദേവയാനി പറയും, പറ്റത്തില്ല മോളെ, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വൈകിട്ടത്തേക്കുള്ള ആഹാരം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് നയനെ താടിക്ക് പിടിച്ച് താലോലിക്കുന്നൊക്കെ ഉണ്ട് ദേവയാനി. എൻ്റെ ചക്കര കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്നേരം നയനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ദേവയാനിയുടെ സ്വഭാവത്തിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് ജലജ ജാനകിയോട് പറയുന്നുണ്ട്. ഏട്ടത്തിയുടെ സ്വഭാവമൊക്കെ ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാനാണ് ഇന്ന് തന്നെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ഏട്ടത്തി നയനയ്ക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നെ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് ഏട്ടത്തി സ്വഭാവം മാറ്റി നയനയോട് ദേഷ്യപ്പെടുന്ന പോലൊക്കെ കാണിച്ചു. എനിക്കിത് അഭിനയമാണോ എന്നൊരു സംശയമുണ്ടെന്ന് പറയും. അന്നേരത്തേന് ജാനകി പറയുന്നുണ്ട്, കരളിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഏട്ടത്തിക്ക് ആദർശിനെയും ജയേട്ടനെയും ഭയങ്കര പേടിയാണ്, അത് കാരണമാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് പറയും. അങ്ങനെ ആയിരുന്നാൽ കൊള്ളാം, പക്ഷേ എനിക്ക് ഏട്ടത്തിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്നും നയനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് ഒരു സംശയമുണ്ടെന്ന് പറയും. അങ്ങനെ വരാൻ വഴിയില്ലെന്ന് ഇവർ പറയുന്നുണ്ട്. അന്നേരം ജലജ പറയും, നീ ഒന്ന് ശ്രദ്ധിച്ചോണം, നിൻ്റെ മരുമകളായ അനാമികയോട് ഇപ്പോൾ അതുപോലൊന്നും ഏട്ടത്തി സ്നേഹിക്കുന്നൊന്നുമില്ല, പിന്നെ അനാമികയുടെ അടുത്തിരിക്കാനൊന്നും ഒരുപാട് സമയം എടുക്കുന്നില്ല, പിന്നെ എപ്പോഴും അടുക്കളയിലാണ്, ഉണ്ടാക്കുന്നത് മുഴുവൻ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളുമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും സംശയമുണ്ട്, നയനെ ഏട്ടത്തി സ്നേഹിക്കാൻ തുടങ്ങിയോ എന്ന്. ജാനകി പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ജലജ പറയും, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന്. പിന്നീട് കാണിക്കുന്ന അഭി ബെഡിലിരുന്ന് ഇങ്ങനെ ഫോണിനകത്ത് ഓരോ പെൺപിള്ളേരുടെയൊക്കെ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്നെ ചുറ്റിയിരിക്കുന്ന ആ വിഷപ്പാമ്പൊന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഇവളിമാരിൽ ആരെയും എന്ന് സെലക്ട് ചെയ്ത് ഇനി ജീവിതം തുടങ്ങാമായിരുന്നു എന്നൊക്കെ. ആ സമയത്ത് അഭിക്കൊരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ അഭി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അനഘയാണെന്ന് പറയും. അനഘയോ, അതാരാന്ന് ചോദിക്കും. നീ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോന്ന് ചോദിക്കും. അല്ല, ആ പേരെനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അത് ആരാണെന്ന് ഓർക്കുന്നില്ലെന്ന് പറയും. ഒരുപാട് പെൺപിള്ളേരെ ഒരുപോലെ സ്നേഹിക്കുന്നവനല്ലേ നീ, അപ്പോൾ പിന്നെ പല പെൺപിള്ളേരുടെയും പേരുകളൊക്കെ മറന്നുപോയി കാണുമെന്ന് പറയും. എന്നാലും ആരാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് പറയും, ഞാൻ അവിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അനഘയാന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനൊന്ന് ഞെട്ടുന്നുണ്ട് അഭി. അനഘ, നീ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കും. ഞാൻ എവിടെയാണെന്നൊക്കെ നീ ഇപ്പം എങ്കിലും തിരക്കിയല്ലോ, ഞാനിപ്പോൾ ദുബായിലാണ്, പക്ഷേ ഞാനിപ്പം വിളിച്ചതിന് വേറൊരു കാരണമുണ്ട്. ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നല്ലോ, നിൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ടായിരുന്നു, ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്തു. ഇനിയിപ്പം ഞാൻ നാട്ടിലേക്ക് വരികയാണ്, വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ എനിക്ക് കാണണം, നീ എന്നെയും കുഞ്ഞിനെയും ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അന്നേരത്തേന് അഭി അങ്ങ് ഞെട്ടുമോ, ഞാനോ എന്നൊക്കെ ചോദിക്കാം. അതെ, നീ എന്തായാലും കല്യാണമൊന്നും കഴിച്ച് കാണുകയല്ലോ എന്ന് ചോദിക്കും. അത് ഞാൻ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേ അനക്ക പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, നീ എന്നോട് ഇങ്ങനെ നീ നുണയൊന്നും പറയാൻ നോക്കണ്ട, ഞാനും കുഞ്ഞും നാട്ടിൽ വന്ന് കഴിയുമ്പം നീ ഞങ്ങളെ ഏറ്റെടുത്തേ പറ്റത്തുള്ളെന്ന് പറയും. ആകെ ഞെട്ടലിരിക്കുകയാണ് അഭി. വരണ്ടിരിക്കുന്ന അഭിയുടെ അടുത്തേക്കാണ് അന്നേരം നവിയെ കയറി വരുന്നത്. നവി ചോദിക്കുന്നുണ്ട്, എന്താടാ അഭി, എന്നാ നിനക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കൊന്നും പറ്റിയില്ലെന്ന് പറയും. അല്ല, നിനക്ക് എന്തോ ഒരു വെപ്രാളം ഉള്ള പോലെ തോന്നുന്നു, എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും. നീയാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു മനസ്സമാധാനം തരത്തില്ല, വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും, അത് കാരണം വീട്ടിൽ പോലും വരാൻ തോന്നുന്നില്ലെന്ന് നീ തന്നെ ഇത് പറയണം. 7ാം മാസമാണിപ്പോൾ എനിക്ക്, എന്നിട്ട് നീ എന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ആശ്വസിപ്പിക്കുകയോ എന്നെ കെയർ ചെയ്യുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അതൊന്നും ഇല്ലല്ലോ, പിന്നെ നീ കിടന്ന് ഈ വേളം വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നവിയെ കയറി അങ്ങ് കിടക്കുന്നുണ്ട്. അഭിയും കയറി കിടക്കും, പക്ഷേ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കും. അന്നേരം കാണിക്കുകയാണ്, പിന്നെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അനഘയായിട്ട് പ്രേമത്തിലായിരുന്ന സമയത്ത് അനഘ ഒരു ദിവസം ബീച്ചിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അഭിയോട് പറയുന്നുണ്ട്, നമ്മളുടെ സ്നേഹത്തിൻ്റെ ഒരു അംശം എൻ്റെ ശരീരത്തിൽ വളരുന്നുണ്ടെന്ന്. അപ്പോൾ അഭി ചോദിക്കും, അതെന്തായി നീ ഉദ്ദേശിച്ചെന്ന്. ഞാനിപ്പം ഗർഭിണിയാണ്, നീ ഒരു അച്ഛനാകാൻ പോവാന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അഭി അങ്ങ് ഞെട്ടും. എന്നിട്ട് അഭി പറയും, ഇപ്പം എനിക്കിതൊന്നും പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും എന്നൊക്കെ പറയും. അന്നേരത്തേന് നാണക്കേടാ ഞങ്ങൾക്കെന്നൊക്കെ പറയുമ്പോഴത്തേന് അനക്ക പറയുന്നുണ്ട്, അതെന്താ ഞങ്ങൾക്ക് ഈ നാണോ മാനോ ഒന്നും ഇല്ലേന്ന്. നീ എന്നെ ഈ പ്രേമിച്ച് നടന്ന സമയത്തും നമ്മൾ പലപ്പോഴും പല ഹോട്ടൽ റൂമുകളിലും അന്തി ഇറങ്ങിയ സമയത്തൊന്നും നിനക്കിത് തോന്നിയില്ലല്ലോ, ഇപ്പോഴാണോ തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് അബോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയും. അബോർഷനുള്ള
എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ അഭി പറയുന്നുണ്ട്. അന്നേരം അനഘ അഭിയുടെ കോളറൊക്കെ കുത്തിപ്പിടിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങ് പോവുകയാണ്. വീണ്ടും വേറൊരു ദിവസവും അഭി അനഘയും തമ്മിൽ കാണുന്നുണ്ട്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റേത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. അപ്പോൾ അഭി പറയും, എനിക്കത്ര ഉറപ്പൊന്നുമുള്ള കാര്യമല്ല, നീ എന്നെ മാത്രം സ്നേഹിച്ചുള്ളൂ, എൻ്റെ കൂടെ കിടന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനാന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് അനഘയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിന്നെപ്പോലെ ഒരുത്തനെ പ്രേമിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പം എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചെവിക്കലിന് ടൊർണം കൊടുത്തിട്ടാണ് അനഘ അങ്ങ് പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുകയാണ് അഭി. അന്നേരത്തേന് ഉറക്കം വരാതെ എഴുന്നേൽക്കുകയും കിടക്കുകയും വീണ്ടും എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നവ്യ ഉറക്കം തെളിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. നീ എന്താ ഉറങ്ങുന്നില്ലേ, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. എനിക്കൊന്നും പറ്റിയില്ല, നീ അവിടെ അങ്ങനെ കിടക്കാനൊക്കെ അഭി പറയുന്നുണ്ട്. അതല്ല, നിനക്ക് ഇനി വല്ല പെൺപിള്ളേരെയും ഫോൺ വിളിക്കണമെന്ന് ചോദിക്കും. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാണല്ലോ നീ പലവളുമാരെയും വിളിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളെന്ന് പറയും. നിനക്ക് ഇങ്ങനെയുള്ള സംശയമൊക്കെ പറയാൻ സമയമുള്ളൂ എന്നൊക്കെ അഭി പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇത് നിൻ്റെ സ്വഭാവം കറക്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. നീ ഇതൊക്കെ സ്വഭാവം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. എന്നിട്ട് വീണ്ടും അഭി അങ്ങ് കിടക്കുന്നുണ്ട്. അന്നേരം അഭി വീണ്ടും ഇങ്ങനെ കിടക്കുന്നെങ്കിലും മനസ്സിലേക്ക് വീണ്ടും അനഘയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അനഘ ഇങ്ങനെ വീണ്ടും അഭിയെ വന്ന് കാണുമ്പം പറയുന്നുണ്ട്, ഞാൻ ഇനി ഈ നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എൻ്റെ ഗർഭകാര്യമൊക്കെ എല്ലാവരും അറിയും. അപ്പം ആകെ എല്ലാവർക്കും നാണക്കേടാകും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ എന്നോട് കയറി പോരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഗൾഫിലേക്ക് പോവുകയാണെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും അഭിക്കൊരു ആശ്വാസമാകുന്നുണ്ട്. അപ്പം അനഘ പറയുന്നുണ്ട്, നിനക്ക് ആശ്വാസമായെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ഞാൻ അങ്ങ് പോവുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് എനിക്ക് നല്ല ജോലിയൊക്കെ കിട്ടി സാലറി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ എന്നെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന കാലത്ത് ഞാൻ ഇങ്ങ് തിരിച്ചു വരും. അന്ന് നീ എന്നെയും കുഞ്ഞിനെയും ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അഭി എന്തായാലും ഇവൾ പോവുകയാണല്ലോ, രക്ഷപ്പെട്ട് ഇനി ഇവളെ ഏറ്റെടുക്കേണ്ടി വരത്തൊന്നുമില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ അഭി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർത്തുകൊണ്ട് കിടക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.